ഈ വാർത്തയോട് പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാഹുൽ, കഴിഞ്ഞ ദിവസവും നിങ്ങൾ വലിയ പ്രതിഷേധമുണ്ടായതാണ്, അവിടെയും സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായി. കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഇത്. ഈ കൊലപാതകം, ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ വല്ലാതെ ഭയന്നു പോയതാണ് രക്ഷിതാക്കളൊക്കെ. അവസാനം പക്ഷേ കോടതി വെറുതെ വിടുന്നു. അന്നത്തെ ആ കോടതിയിലെ വൈകാരിക രംഗങ്ങളും രാഹുലിന് ഓർമ്മയുണ്ടാകും. ഇത് വല്ലാത്തൊരു സ്വാധീനവും സമ്മർദ്ദവും ഒക്കെ പ്രകടമാകുന്ന നിലയിൽ തന്നെയാണല്ലേ ഇതുവരെയുള്ള ഈ വെളിപ്പെടുത്തലുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ? തീർച്ചയായിട്ടും വണ്ടിപ്പെരിയാറിലെ കേസ്, ആ പിഞ്ചു പെൺകുട്ടിയുടെ കേസ് കൃത്യമായി സർക്കാർ പാർട്ടിയുടെ ഒത്താശയോട് കൂടിയിട്ട് അട്ടിമറിച്ച കേസാണ്. അത് ഇന്നലെ വരെ നമ്മളത് സംസാരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആധികാരികത എനിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വണ്ടിപ്പെരിയാറിലെ ആ പിഞ്ചു പെൺകുട്ടിക്ക് നീതി വേണമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാറിലെ പിഞ്ചു പെൺകുട്ടിക്ക് നീതി വേണമെന്ന് പറഞ്ഞൊരു സമരം നടത്തുമ്പോൾ ആ സമരത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്. CPM-ന്റെ ഓഫീസിൽ നിന്ന് ബിയർ ബോട്ടിലുകൾ വലിച്ചെറിയുന്നു സമരക്കാർക്ക് നേരെ കല്ലു വലിച്ചെറിയുന്നു. അപ്പോ അർജുൻ എന്ന് പറയുന്ന DYFI നേതാവിനെതിരായിട്ടൊരു സമരം പോലും പാടില്ല, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നവനെതിരായിട്ടൊരു സമരം പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം CPM വളരെ അക്രാമകമായി തന്നെ സ്വീകരിക്കുകയാണ്. ഇത്രയും അഗ്രസീവായിട്ടാണ് അർജുൻ എന്ന് പറയുന്ന ആ CPM നേതാവിന് വേണ്ടിയിട്ട് അവർ നിലകൊള്ളുന്നത്. അത്ര വിസിബിളാണ്. അപ്പോൾ വിസിബിളായി കേരളം പോലെ നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ വല്ലാതെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സോഷ്യൽ ഓഡിറ്റ് ഉള്ള ഒരു സംസ്ഥാനത്തിനകത്ത് ഇത്ര വിസിബിളായി ഒരു റേപ്പിസ്റ്റിന് വേണ്ടി CPM എന്ന് പറയുന്ന പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലപാടെടുക്കുമ്പോൾ ഇതിനപ്പുറം എന്ത് തെളിവാണ്? ഇന്നലെ വരെ ഉള്ള അവസ്ഥയല്ല, ഇന്നലേക്കപ്പുറം എന്ത് തെളിവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്നത്? ഇപ്പോ CPM DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷം, അതിന്റെ എന്തെങ്കിലും സാഹചര്യം ഇന്നലത്തെ വിഷയത്തിനകത്തുണ്ടോ? ഞങ്ങളുടെ ഡിമാൻഡ് പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ഡിമാൻഡ് DYFIക്ക് എതിരായിട്ടുള്ളതായിരുന്നു. ഞങ്ങളുടെ ഡിമാൻഡ് DYFI പ്രസിഡന്റും സെക്രട്ടറിയും മാറി നിൽക്കണം എന്നുള്ളതാണോ? ഒന്നുമല്ലല്ലോ. DYFIയുടെ ഒരു പ്രാദേശിക നേതാവ് കുറ്റവാളിയാകുമ്പോൾ അയാൾ ശിക്ഷിക്കപ്പെടണം. DYFIക്കാരനായതുകൊണ്ട് മാത്രമല്ല, ഏത് പാർട്ടിക്കാരനായാലും കുറ്റവാളി റേപ്പിസ്റ്റ് ആണ്, ചൈൽഡ് റേപ്പിസ്റ്റ് ആണ്, അയാൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു നിലപാടെടുക്കുമ്പോൾ ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടിയിട്ട് DYFI പോലൊരു പ്രസ്ഥാനം കടന്നു വരുമ്പോൾ വളരെ വിസിബിൾ ആണ്. ഇതിനകത്ത് കൃത്യമായി തുടക്കം തൊട്ട് അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തിന്റെ MLA വാഴൂർ സോമൻ, അയാൾ പോസ്റ്റ്മോർട്ടം പാടില്ല ഈ പെൺകുട്ടിയുടേതെന്ന് പറഞ്ഞിട്ട് നടത്തിയ ഇടപെടലുകൾ നിങ്ങൾക്കറിയാം. ഈ കേസിനകത്ത് അവശേഷിക്കുന്ന ഏക തെളിവ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ്, ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ബാക്കി ഒരു സയന്റിഫിക് എവിഡൻസും സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറാണ്. അതാണ് രാഹുൽ, ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ ഈ സിനിമകൾ കൊണ്ടുള്ള ഒരു വിവരം കൊണ്ടെങ്കിലും ആളുകൾക്കറിയാം ഇത്തരം ഒരു കേസ് വന്നാൽ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ അതിന് എവിഡൻസ് ആയിട്ട് വരിക എന്ന്. അതൊന്നും പോലും കോടതിക്ക് മുമ്പിൽ എത്തിയില്ല എന്നത് എത്ര വലിയ ഇടപെടൽ ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ നടന്നുവെന്ന് വ്യക്തമല്ലേ? നമ്മൾ ഈ ജഡ്ജിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടു. ഞാൻ ആ ജഡ്ജ്മെന്റ് വളരെ ക്ലോസ് ആയി പഠിച്ച ഒരാളാണ്. അതിന്റെ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ജഡ്ജ്മെന്റിന് താല്പര്യമുണ്ട് പ്രതിയെ ശിക്ഷിക്കാൻ. പക്ഷേ ഒരു കോടതിക്ക് എങ്ങനെ പ്രവർത്തിക്കുക? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ കോടതിക്ക് ആവശ്യമായ പര്യാപ്തമായ ഒരു സയന്റിഫിക് എവിഡൻസ് പോലും അവിടെ എത്തുന്നില്ല എന്ന് ഉറപ്പ് സുനിൽ എന്ന് പറയുന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പ്രോസിക്യൂഷനും കൃത്യമായി സ്വീകരിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മതിയായ ഫിംഗർ പ്രിന്റ് പോലും സ്വീകരിക്കുവാനോ അവിടെ കൊടുക്കുവാനോ പോലീസ് തയ്യാറായില്ലെന്ന് പറയുമ്പോൾ നിങ്ങളത് ആലോചിച്ചു. എത്ര ക്രൂരമായ ഒരു ശരിയാണ് രാഹുൽ.